വടകര കുടുംബ കോടതിയുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം മാർച്ച് 1 കോർട്ട് കോംപ്ലക്സിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നടക്കുകയാണ്. കുടുംബ കോടതിയെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ കേസുകളും കോഴിക്കോടായിരുന്നു വിചാരണ ചെയ്തിരുന്നത്. സാധാരണ ചെലവിന് കിട്ടാനുള്ള കേസുകൾ, വിവാഹമോചന കേസുകൾ, സ്വർണം കിട്ടാനുള്ള കേസുകൾ, അങ്ങനെയുള്ള എല്ലാ കേസുകളും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോടായ ഒരു വാടക കെട്ടിടത്തിലുള്ള കോടതിയിലായിരുന്നു നടന്നിരുന്നത്. പിന്നീട് ഈ അഭിഭാഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ സംയുക്തമായ ഇടപെടലിനെ തുടർന്ന് സർക്കാർ ഒരു കോടതി വാടകയ്ക്ക് അനുവദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഈ കോടതി അനുവദിച്ചപ്പോൾ കെട്ടിടമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ വടകര ബാർ അസോസിയേഷൻ്റെ ഹാള്, വിശാലമായ വടകര ബാർ അസോസിയേഷൻ്റെ ഹാള് ഈ കോടതി നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു കരാർ എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാള് ബാർ അസോസിയേഷൻ തിരിച്ചു കിട്ടും എന്ന രീതിയിലായിരുന്നു വിട്ടുകൊടുത്തത്. അതിനെ തുടർന്ന് വടകര ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് സംസ്ഥാന സർക്കാർ ആദ്യം 1.98 കോടി രൂപ സാങ്ഷൻ ചെയ്തു. അങ്ങനെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കഴിഞ്ഞു ടെക്നിക്കൽ സാങ്ഷനിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വടകരയിൽ ഒരു മനോഹരമായ കെട്ടിടം നിർമ്മിക്കാൻ ആ സംഖ്യ മതിയാവില്ല എന്നും, അങ്ങനെ ആ പ്ലാനും അതേപോലെ എസ്റ്റിമേറ്റൊക്കെ റിവൈസ് ചെയ്യുകയും ഒരു ബഹുനില കെട്ടിടം 3 നിലകളോട് കൂടിയ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ചൈൽഡ് ഫ്രണ്ട്ലി റൂമുകൾ, പ്ലേ റൂമുകൾ, അതേപോലെ അഭിഭാഷകർക്ക് ഉള്ള അനെക്സുകൾ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി 9.2 കോടി രൂപ ഈ ഇന്നത്തെ സർക്കാർ അനുവദിച്ചു തന്നു. അങ്ങനെ ആ തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ 28/9/2023 തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അവർ നിർവഹിച്ചു. അങ്ങനെ അതിനുശേഷം നടന്ന നിരന്തരമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുടെയും ബാർ അസോസിയേഷൻ്റെ പ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഈ കെട്ടിടം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അതോടൊപ്പം തന്നെ ആ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അവറുകളാണ്. മറ്റ് ജഡ്ജിമാരായ കോഴിക്കോട് ജില്ലയുടെ ചാർജുള്ള ജസ്റ്റിസ് കെ നടരാജൻ അവറുകൾ, അതേപോലെ ജസ്റ്റിസ് മുഹമ്മദ് നിയാസ്, ജസ്റ്റിസ് പ്രദീപ് കുമാർ തുടങ്ങിയ ഹൈക്കോടതി ജഡ്ജിമാരും മന്ത്രി മുഹമ്മദ് റിയാസ് അവരുകളും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ MP ഷാഫി പറമ്പിൽ, നമ്മുടെ MLA KK രമ അവറുകൾ, അതേപോലെ നാദാപുരം MLA EK വിജയൻ അവറുകൾ, കുറ്റ്യാടി MLA കുഞ്ഞമ്പുതുട്ടി മാഷ്, അതേപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ PK ശശി അവറുകൾ, മറ്റ് വടകരയിലുള്ള ജില്ലാ ജഡ്ജിമാർ, അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടർ, ജില്ലാ പ്ലീഡർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു ചടങ്ങായിട്ടത് മാറ്റാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സർക്കാരും കോടതിയും ഉൾപ്പെടുന്ന ഒരു ചടങ്ങായതുകൊണ്ട് സാങ്കേതികമായ ചില നീക്കുപോക്കുകൾ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുറച്ച് വൈകിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കണം, ചീഫ് ജസ്റ്റിസും പങ്കെടുക്കണം, എല്ലാ ആൾക്കാരുടെയും സമയവും സൗകര്യവും ഒത്തുകിട്ടാൻ വേണ്ടിയാണ് കുറച്ച് പരിപാടി നീണ്ടുപോയത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.